മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് മോഡൽ എക്സാമിൻ്റെ പേപ്പർ 2 ആണ്. എക്സാമിനെ കുറിച്ച് പല മക്കളും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ നൽകിയിട്ടുണ്ട് കേട്ടോ. രാവിലെ പേപ്പർ 1 2 മണിക്കൂറാണ്, 50 ചോദ്യങ്ങളായിരിക്കും, 50 മാർക്ക്. ഉച്ചക്ക് പേപ്പർ 2 5 മാർക്കിൻ്റെ 6 ചോദ്യങ്ങൾ, ആകെ 30 മാർക്കായിരിക്കും. സമയം 2 മണിക്കൂറാണ്. ഫസ്റ്റ് മലയാളത്തിൽ 5 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ, ആകെ 10 മാർക്ക്. 1 ഡയറി എഴുതാം. വിവാഹത്തോടനുബന്ധിച്ച് വിരുന്നു സൽക്കാരത്തിന് ഭക്ഷണം കഴിച്ചതിനു ശേഷം ഗീതു കൈ കഴുകാൻ പോയി. പൈപ്പിനടുത്ത് ഭക്ഷണാവശിഷ്ടം ഇടുന്ന പാത്രം നിറഞ്ഞു കവിയുന്നത് കണ്ടപ്പോൾ ഗീതുവിൻ്റെ മനസ്സിലേക്ക് തലേ ദിവസം പത്രത്തിൽ കണ്ട കുട്ടിയുടെ ദയനീയ അവസ്ഥ തെളിഞ്ഞു വന്നു. ആഹാരം കിട്ടാതെ മെലിഞ്ഞുണങ്ങിയ എല്ലും തോലുമായ ഒരു കുട്ടി. യുദ്ധം അത്ര നല്ലതല്ല, ഗീതു പിറുപിറുത്തു. യുദ്ധത്തിൻ്റെ ഫലമായും മറ്റു കാരണങ്ങളാലും പട്ടിണി കൂടി വരുന്നുണ്ട്. ഭക്ഷണം പാഴാക്കുന്നത് വലിയ തെറ്റാണ്. വിരുന്നിനു ശേഷം ഗീതു വീട്ടിലെത്തി. വൈകുന്നേരം ഗീതു ഈ കാര്യങ്ങൾ ഡയറിയിൽ എഴുതി. ഗീതുവിൻ്റെ ഡയറി എങ്ങനെയായിരിക്കും? എഴുതി നോക്കൂ. ഡേറ്റ്, ദിവസം 26/2/2026 വ്യാഴം. ഇന്ന് എനിക്ക് മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു. ഇന്ന് ഞാനൊരു വിവാഹ സൽക്കാരത്തിന് പോയി. അവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിനു ശേഷം കൈ കഴുകാൻ പോയപ്പോൾ അവിടെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇടുന്ന പാത്രം നിറഞ്ഞു കവിയാറായത് കണ്ടു. എനിക്ക് സങ്കടം തോന്നി. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് തലേ ദിവസം ഞാൻ പത്രത്തിൽ കണ്ട കുട്ടിയുടെ ദയനീയ അവസ്ഥയാണ്. യുദ്ധം കാരണം ആഹാരം കിട്ടാതെ മെലിഞ്ഞുണങ്ങി എല്ലും തോലുമായ ഒരു കുട്ടി. പാരഗ്രാഫായിട്ട് എഴുതണം കേട്ടോ. അടുത്ത പാരഗ്രാഫ്. യുദ്ധം അത്ര നല്ലതല്ല എന്ന് എനിക്കപ്പോൾ തോന്നി. യുദ്ധത്തിൻ്റെ ഫലമായും മറ്റു കാരണങ്ങളാലും എത്രയോ ആളുകളാണ് പട്ടിണി കിടക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ. ഈ പാഴാക്കിയ ഭക്ഷണം ഉണ്ടെങ്കിൽ എത്രയോ പേർക്ക് ഒരു നേരത്തെ വിശപ്പ് മാറ്റാമായിരുന്നു. ഭക്ഷണം പാഴാക്കരുത്. ഭക്ഷണം പാഴാക്കുന്നത് വലിയ തെറ്റാണ്. ഞാൻ ഒരിക്കലും ഭക്ഷണം പാഴാക്കില്ല. വേറെ എഴുതുമ്പോൾ 2 പാരഗ്രാഫായിട്ട് വേണം എഴുതാൻ. മുകളിലായിട്ട് ഡേറ്റ്, ദിവസം എന്നിവ എഴുതണം. അതുപോലെ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ മറക്കരുത്. ഡയറി, കത്ത്, നോട്ടീസ്, പത്രവാർത്ത ഇതെല്ലാം എഴുതുമ്പോൾ ഒരു ഔട്ട്ലൈൻ വേണം കേട്ടോ. ഒരു കോളത്തിനുള്ളിൽ വേണം എഴുതാൻ. രണ്ടാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന കവിത ഗദ്യരൂപത്തിലാക്കുക. കൂരുരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി, ചീത്തകൾ കൊത്തി വലിക്കുകിലു മേറ്റവും വൃത്തി വെടുപ്പെഴുന്നോൾ. കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കിലും കാക്കണം സ്വാതന്ത്ര്യമെന്നറിവോൾ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയിട്ടുള്ള കാക്ക എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കൂരിരുട്ടിൻ്റെ കിടാത്തിയായ പ്രപഞ്ചമാകെ പ്രകാശം പരത്തുന്ന സൂര്യപ്രകാശത്തിൻ്റെ പ്രിയപ്പെട്ട തോഴി, ചുറ്റുപാടുമുള്ള അഴുക്കുകൾ കൊത്തി വലിക്കുമെങ്കിലും കാക്കേ നീ എപ്പോഴും വൃത്തിയുള്ളവളാണ്. നീ എല്ലാവരെയും സ്നേഹിക്കുന്നു. നീ സ്വാതന്ത്ര്യം പുലർത്തുന്നു. 3 ഇംഗ്ലീഷ്. മദർ വാസ് ലേയിങ് ഓൺ ദ ഫ്ലോർ. മോം, Dilna called loudly, but did not answer. She felt scared. Suddenly, Dilna remembered her grandmother asking to call 101 in times of emergency. Right thought about the guidance Dilna received from her grandmother. ദിൽനൻ്റെ അമ്മ തറയിൽ വീണ് കിടക്കുകയാണല്ലേ. അവൾ അമ്മയെന്ന് ഉറക്കെ വിളിച്ചു, പക്ഷേ ഒരു മറുപടിയും പറഞ്ഞില്ല. അവൾക്ക് പേടി തോന്നി. എങ്കിലും തൻ്റെ മുത്തശ്ശി അടിയന്തര ഘട്ടങ്ങളിൽ 101 വിളിക്കാൻ ആവശ്യപ്പെട്ടത് അവൾക്ക് ഓർമ്മ വന്നു. ദിൽനയ്ക്ക് മുത്തശ്ശിയിൽ നിന്ന് ലഭിച്ച മാർഗനിർദ്ദേശത്തെക്കുറിച്ച് ഒരു തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മോം ഈസ് ലേയിങ് ഓൺ ദ ഫ്ലോർ. ഷീ വുഡ് നോട്ട് വേക്ക് അപ്പ് ഈവൻ ആഫ്റ്റർ കോളിംഗ്. വാട്ട് ഷുഡ് ഐ ഡു? വാട്ട് ഇഫ് ഐ കോൾ ദ 101 എമർജൻസി നമ്പർ ദാറ്റ് മൈ ഗ്രാൻഡ് മദർ ടോട്ട് മീ? വിൽ സംവൺ കം ആൻഡ് പിക്ക് അപ്പ് ദ ഫോൺ ഇഫ് ഐ കോൾ? Will they argue? Will someone come and save mom? Is not that a real number? Let's call it. തറയിൽ വീണ് കിടക്കുകയാണല്ലോ അല്ലേ. എത്ര വിളിച്ചിട്ടും എണീക്കണില്ല. മുത്തശ്ശി പഠിപ്പിച്ചു തന്ന എമർജൻസി കോളിലേക്കൊന്ന് വിളിച്ചാലോ? ആരെങ്കിലും വരുമോ? ആരാണ് ഫോൺ എടുക്കുക? അവരെന്നെ വഴക്ക് പറയുമോ? ഇത് യഥാർത്ഥ നമ്പറാണോ? ഒന്ന് വിളിച്ച് നോക്കട്ടെ. വേഗം ചിന്തിച്ചിട്ടുണ്ടാവില്ലേ. ഇനി മക്കളൊന്ന് എഴുതി നോക്കണം കേട്ടോ. നെക്സ്റ്റ് EVSൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 4 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അവ ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ പ്രത്യേകത അനുസരിച്ച് തരംതിരിക്കുക. മത്സ്യം, ആന, സ്രാവ്, ചിതൽ, തവള, മുതല, ആമ,
ചെമ്മീൻ, നീർക്കോലി, ആമ്പൽ, കള്ളിമുൾച്ചെടി, താമര, പെൻഗിൻ. ഇവിടെ നമുക്ക് കരയിൽ ജീവിക്കുന്നവ, വെള്ളത്തിൽ ജീവിക്കുന്നവ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ എന്നിങ്ങനെ തരംതിരിക്കാം. കരയിൽ ജീവിക്കുന്നവ: ആന, ചിതൽ, ആമ, മുതല, നീർക്കോലി, കള്ളിമുൾച്ചെടി, പെൻഗിൻ. വെള്ളത്തിൽ ജീവിക്കുന്നവ: മത്സ്യം, സ്രാവ്, ചെമ്മീൻ, ആമ്പൽ, താമര. ഇനി കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് തവള മാത്രമാണ് കേട്ടോ. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾക്കാണ് ഉഭയജീവികൾ എന്ന് പറയാം. അവർക്ക് വെള്ളത്തിലും കരയിലും ശ്വസിക്കാൻ കഴിയും. ഉദാഹരണം ഏതൊക്കെയാണ്? തവള, ന്യൂട്ടുകൾ, സിസീലിയനുകൾ, സാലമാൻഡർ. എന്നാൽ നീർക്കോലി, ആമ, മുതല തുടങ്ങിയ ജീവികൾക്ക് വെള്ളത്തിൽ ശ്വസിക്കാൻ കഴിയില്ല കേട്ടോ. വെള്ളത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ഏറെ നേരം ശ്വാസം പിടിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് ആമ. വെള്ളത്തിൽ ശ്വസിക്കാൻ കഴിയില്ല. വെള്ളത്തിൽ സഞ്ചരിക്കാനുള്ള അനുകൂലനങ്ങളുണ്ട്. അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് യൂണിറ്റ് വിശദമായിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. ബി. താഴെ പറയുന്ന അനുകൂലനങ്ങളുള്ള ജീവിയെ കണ്ടെത്തുക. 1. മുതുകിൽ കൊഴുപ്പ് രൂപത്തിൽ വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുന്നു. 2. മണലിൽ പതിഞ്ഞു പോകാത്ത കുളമ്പുകൾ. ആൻസർ ഒട്ടകം. സി. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? വനം, കുളം, അണക്കെട്ട്, കാവ്. ഇവിടെ കുളം, അണക്കെട്ട് മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥയാണ്. വനം, കാവ് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയാണ്. 5ാമത്തെ ചോദ്യം മാത്സാണ്. കുന്നംകുളം LP സ്കൂളിലെ 40 വിദ്യാർത്ഥികളും 15 രക്ഷിതാക്കളും 5 അധ്യാപകരും സർക്കസ് കൂടാരത്തിലെത്തി. കുട്ടികൾക്ക് 35 രൂപയും മുതിർന്നവർക്ക് 60 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ക്വസ്റ്റ്യന് കുട്ടികൾക്ക് ടിക്കറ്റ് ഇനത്തിൽ ആകെ എത്ര രൂപയാകും? കുട്ടികളുടെ ടിക്കറ്റിന് 35 രൂപ. 40 കുട്ടികൾ. 40 ഗുണിക്കണം 35 1400. മുതിർന്നവർക്ക് ടിക്കറ്റ് ഇനത്തിൽ ആകെ എത്ര രൂപയാകും? 15 രക്ഷിതാക്കൾ പ്ലസ് 5 അധ്യാപകർ സമം 20. 20 ഗുണിക്കണം 60. ആൻസർ 1200. ടിക്കറ്റ് കൗണ്ടറിൽ 3000 രൂപ നൽകിയാൽ എത്ര രൂപ ബാക്കി ലഭിക്കും? 1400 പ്ലസ് 1200 സമം 2600. അവരുടെ ടിക്കറ്റിൻ്റെ വില 2600 ആണ്. കൗണ്ടറിൽ നൽകിയത് 3000 രൂപയാണ്. 3000 കുറക്കണം 2600. ആൻസർ 400 രൂപ. 6ാമത്തെ ക്വസ്റ്റ്യന് ചിത്രം നോക്കൂ. ഇതവിടെ ഒരു ചതുരം നൽകിയിട്ടുണ്ട് അല്ലേ. നീളം 8 തന്നിട്ടുണ്ട്, വീതി 6. അതിൽ ക്വസ്റ്റ്യന് ചിത്രത്തിലെ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? ചുറ്റളവ് കാണാൻ മക്കൾക്കറിയാലോ. എങ്ങനെ കണ്ടെത്താം? നീളം പ്ലസ് നീളം, വീതി പ്ലസ് വീതി. ഇങ്ങനെ ചോദ്യം വന്നാൽ മക്കൾ എന്ത് ചെയ്യണം? നമുക്ക് ഏത് ഷേപ്പാണോ തന്നിട്ടുള്ളത് അത് എതിർ സൈഡിലായിട്ടൊന്ന് വരയ്ക്കുക. എന്നിട്ട് തന്നിട്ടുള്ള അളവുകളൊന്ന് അടയാളപ്പെടുത്തുക. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഷേപ്പ് തന്നിട്ടുണ്ട്. ഞാൻ ആ ഷേപ്പിൽ അളവുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചുറ്റളവ് സമം 4 + 4 + 8 + 8. ആൻസർ 24. ചുറ്റളവ് 24. ബി. ചിത്രത്തിലെ ചതുരത്തെ 2 സമചതുരങ്ങളാക്കിയാൽ ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? ചതുരത്തിൻ്റെ നീളം 8, വീതി 4 ആണ്. ഈ ചതുരത്തെ 2 സമചതുരങ്ങളാക്കിയാൽ ഇതുപോലെ 2 സമചതുരങ്ങളാക്കി അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 8ൻ്റെ പകുതി 4. ഞങ്ങൾ 4 ആണ് അല്ലേ. ഇനി സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ 4 ഗുണിക്കണം വശം. 4 ഗുണിക്കണം 4 സമം 16. ചുറ്റളവ് സമം 16. സി. 4 മീറ്റർ വീതിയും 8 മീറ്റർ നീളവുമുള്ള ഒരു സ്ഥലത്തിനു ചുറ്റും മീറ്ററിന് 40 രൂപ വിലയുള്ള കമ്പിവേലി കെട്ടാൻ ആകെ എത്ര രൂപ വേണ്ടി വരും? തന്നിട്ടുള്ള ഷേപ്പ് വരച്ചിട്ടുണ്ട്. 8 മീറ്റർ നീളം, 4 മീറ്റർ വീതി. അളവ് നമുക്ക് 24 കിട്ടും. നമ്മൾ നേരത്തെ കണ്ടു 8 + 8 + 4 + 4. കമ്പിവേലി കെട്ടാൻ 1 മീറ്ററിന് 40 രൂപയാണ്. ചുറ്റളവ് ഗുണിക്കണം 40. ചുറ്റളവ് 24. 24 ഗുണിക്കണം 40. ആൻസർ 960. 960 രൂപ. ഓക്കെ, മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.